അമ്മേശ്വരണം ദേവീശ്വരണം കൊടുങ്ങല്ലൂര് കാവില് ഭരണി അടുത്തു വരുന്നു. ഇപ്പോൾ ചെറുഭരണി കൊടിയേറ്റം കഴിഞ്ഞ് ഭരണിക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടക്കുമ്പോൾ ഭദ്രകാളിയുടെ ഭക്തര്, അതായത് കോമരങ്ങളായിക്കോട്ടെ ഭക്തരായിക്കോട്ടെ എല്ലാവരും വ്രതത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു അവസരത്തിൽ വളരെ തീവ്ര പ്രഭാവത്തോടു കൂടി നിൽക്കുന്ന മറ്റൊരു ഭദ്രകാളി ക്ഷേത്രം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചു. പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിലും മുൻപ് കാവ് സങ്കല്പത്തിലായിരുന്നു ഇവിടുത്തെ പൂജാവിധാനങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല, പുത്തൻകാവ് എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ക്ഷേത്രത്തെക്കുറിച്ച് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ എളവൂർ എന്ന് പറയുന്ന ഒരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വിഷ്ണു നമ്പൂതിരി, അദ്ദേഹം പമ്പയിലെ ഇപ്പോഴത്തെ മേൽശാന്തിയാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ചരിത്രവും എല്ലാം പറയുന്ന ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്തേ, ഞാൻ താന്നിപ്പള്ളി വിഷ്ണു നമ്പൂതിരി. എളവൂർ ശ്രീ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം പറവൂർ തമ്പുരാൻ്റെ പരദേവതയായിട്ട് കുടികൊള്ളുന്ന രീതിയിലുള്ള ഭദ്രകാളി ഭാവത്തിലുള്ള കുടിയിരുത്ത് പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രം പറവൂർ തമ്പുരാൻ ആരാധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നരബലിയുടെ പ്രതീകമായി കൊണ്ട് തൂക്കം എന്ന വഴിപാട് വളരെ പ്രാധാന്യത്തോടു കൂടി നടന്നുകൊണ്ടുപോയിരുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം എന്നുള്ളതിന് ഉപരിയായിട്ട് ഒരു കാവ് സങ്കല്പം ആണ് പ്രധാനമായിട്ടും പുത്തൻകാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം കാവ് എന്ന് പറയുന്നത് എപ്പോഴും സാധാരണ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് കാവാണ്. ക്ഷേത്ര സങ്കല്പത്തിലേക്ക് എത്തുമ്പോൾ അത് മാറി പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. കാവിലാണ് പ്രധാന ആരാധനാ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുടിയാട്ടം എന്ന് പറയുന്നത് നമ്മളുടെ പുത്തൻകാവിൽ മേട 10 ദിവസം രാത്രി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾ ഭഗവതിക്ക് കൊടുക്കുന്ന ഒരു സമർപ്പണം, ആത്മസമർപ്പണത്തിൻ്റെ ഒരു വഴിപാടായിട്ട് ഈ മുടിയാട്ടത്തെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീടുള്ള ഒന്ന് ഗുരുതിയാണ്, ദേശഗുരുതിയാണ്. ആ ദേശത്തിൻ്റെ മുഴുവനും ഒരു സമർപ്പണം ഭദ്രകാളി ഭാവത്തിലുള്ള അമ്മ എന്ന സങ്കല്പത്തിന് തന്ത്രിമുഖ്യൻ ചെയ്ത് നാടിനു വേണ്ടി ചെയ്യുന്ന ഒരു സമർപ്പണം ആണ് ഈ ഗുരുതി. ഇങ്ങനെ അതിനും മുമ്പ് കോഴിവെട്ട് തുടങ്ങിയിട്ടുള്ള ആ ചടങ്ങുകളൊക്കെ നടന്നിരുന്നു എന്ന് പറയുന്നു. എനിക്ക് അത് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുള്ള ഒരു അറിവ് ഇല്ല, എങ്കിൽ പോലും നടന്നിരുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ഒരു കാവ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളോട്, സാധാരണ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സങ്കല്പമായിട്ടാണ് കാണുന്നത്. ആ ക്ഷേത്രം അല്ലെങ്കിൽ കാവ്, പുത്തൻകാവ് എന്ന് പറയുന്ന എളവൂരിൻ്റെ മാത്രമല്ല പറവൂർ തമ്പുരാൻ്റെ ഭരണ സംവിധാനത്തിൽ പെടുന്ന 41 തട്ടകങ്ങളിൽ ഈ അമ്മ പറയുമായിട്ട് വെളിച്ചപ്പാട് പോയിട്ട് തൻ്റെ സാന്നിധ്യം ദേവിയുടെ മൂലബിംബത്തിൽ ചേർന്നിരിക്കുന്ന പള്ളിവാള് വെളിച്ചപ്പാട് എന്ന ദേവിയുടെ പ്രതിപുരുഷൻ കൊണ്ടുപോയിട്ട് ഈ ദേശങ്ങളിലൊക്കെ ഭഗവതിയുടെ അനുഗ്രഹം വിളിച്ച് ഓതിക്കൊണ്ട് നടന്നിരുന്ന പറ, ദേശപ്പറ, അത് മകരമാസം എന്ന് പറയുന്ന സമയത്ത് ഈ ദേവിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ദിക്കിലും മേടം തുടങ്ങി ദേശത്തിൻ്റെ കുറച്ചും കൂടി അകലെയുള്ള ഭാഗങ്ങളിലായിട്ട് ആലങ്ങാട് വരെ, പറവൂരിൻ്റെ പ്രധാന സ്ഥലങ്ങളിലേക്ക് വരെ ദേശപ്പറ എത്തിയിരുന്ന ഒരു സ്ഥലം ആണ് എളവൂർ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ദേവത ഭദ്രകാളി. ആ ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുള്ളപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഉപദേവതാ സങ്കല്പം പോലും ഇല്ല. അത്രയും പ്രാധാന്യം ഭഗവതിക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് എളവൂർ പുത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രം. തൊട്ടടുത്ത് ശ്രീകണ്ഠേശ്വരം എന്ന ക്ഷേത്രത്തിൽ മഹാദേവൻ
ഭഗവതിയുടെ അച്ഛനായിട്ട് ആ സങ്കല്പത്തോടു കൂടി കിഴക്കോട്ട് ദർശനമായിട്ട് ഇരിക്കുകയും ക്ഷേത്രത്തിൻ്റെ ഭഗവതിയുടെ എല്ലാ പ്രധാന ഉത്സവാദി താലപ്പൊലിയാദി വിഷയങ്ങളും തുടങ്ങുന്നത് ദേവൻ്റെ മുമ്പിലുള്ള ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനത്ത് നിന്നാണ്. മീനമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ പിറന്നാളായി രാത്രി വരുന്ന ദിവസം ഭഗവതിയുടെ വിശേഷം താലപ്പൊലി മുടിയേറ്റ് ഇന്നും ഈ നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ്. ആ ദിവസം താലപ്പൊലി എഴുന്നള്ളിക്കുന്ന ഈ ശ്രീമൂല സ്ഥാനത്ത് നിന്ന് വെളിച്ചപ്പാടോടുകൂടി ഭഗവതി വന്നുകൊണ്ടാണ് താലം എഴുന്നള്ളിച്ച് പോകുന്നത്. അങ്ങനെ എല്ലാ ഭഗവതിയുടെ എല്ലാ സ്ഥാനങ്ങളും അല്ലെങ്കിൽ ഒരു കാവിൻ്റെ എല്ലാ സങ്കല്പങ്ങളും അച്ഛനായിട്ടുള്ള മഹാദേവൻ്റെ ക്ഷേത്ര സങ്കല്പത്തിൽ നിന്ന് തുടങ്ങി കാവ് സങ്കല്പത്തിലേക്ക് പോകുന്ന ഒരു സങ്കേതം കൂടിയാണ് എളവൂർ ശ്രീ പുത്തൻകാവ് ഭദ്രകാളി ക്ഷേത്രം. സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാനും അഭയം തരുന്ന ഒരു ഭഗവതിയായിട്ട് നിൽക്കുന്നു ഇവിടെ ഭഗവതി എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയായിട്ട്, ഈ ദേവിയെ പല പ്രാവശ്യമായിട്ട് ഉപാസിച്ച ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവത്തിൽ കൂടി വന്നിരിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ട് ഈ സമയത്ത് നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നു. എല്ലാം അമ്മയുടെ കാരുണ്യത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.